ഓം ശാന്തി. ഈ ദേഹത്തിൽ വിരാജമാനായി ഭ്രുകുടി മധ്യത്തിൽ തിളങ്ങുന്ന ഞാൻ ഒരു ചൈതന്യ നക്ഷത്രമാണ്. ജ്യോതിർമയ ആത്മാവാണ്. ദേഹത്തിലിരുന്നു കൊണ്ട് ദേഹത്തിൽ നിന്നും ഭിന്നമായിരിക്കുന്നു. മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഈ പഴയ ലോകത്തിന്റെ വാതാവരണത്തിൽ നിന്നും ഡിറ്റാച്ചായിരിക്കുന്നു. ശബ്ദത്തിൽ നിന്നും ദൂരെ അന്തർമുഖതയുടെ ഗുഹയിലിരുന്ന് ഞാൻ രാജർഷി ഓൾമൈറ്റി അതോറിറ്റി ശിവബാബ തന്നിരിക്കുന്ന ഓരോ സുമാനത്തിന്റെയും മാല ജപിക്കുന്നു. ഞാൻ പരം പവിത്രാത്മാവാണ്. ഒരു മഹാനാത്മാവാണ്. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്. വിഘ്ന വിനാശക ആത്മാവാണ്. ഞാൻ വിജയി രത്നമാണ്. പ്രകൃതിയുടെ അധികാരിയാണ്. ഞാൻ ദേവകുലത്തിലെ റോയൽ ആത്മാവാണ്. വിശ്വ കല്യാണകാരിയാണ്. ഞാൻ ബാബയുടെ ഹൃദയ സിംഹാസനധാരിയാണ്. എന്റെ ഓരോ സോമാനത്തിന്റെ മാല ജപിച്ച് ഞാൻ സോമാനത്തിൽ ലൗലീനമാകുന്നു. സോമാനത്തിന്റെ സ്വരൂപമാകുന്നു. അനുഭവി മൂർത്തിയാകുന്നു. സർവശക്തിവാൻ ശിവബാബയുടെ സ്നേഹത്തിൽ പരിശ്രമമുക്തമാകുന്നു. നടക്കുമ്പോഴും കർമ്മം ചെയ്യുമ്പോഴും യോഗി ജീവിതം ജീവിക്കുന്ന നിരന്തര യോഗിയാണ്. ഏത് സോമാനത്തിലിരിക്കാൻ ആഗ്രഹിക്കുന്നുവോ അതിന്റെ അനുഭവി സ്വരൂപമായി തീരുന്നു. സോമാനത്തിന്റെ സീറ്റിൽ സെറ്റായി അനുഭവത്തിന്റെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ ദേഹഭാനം സമാപ്തമാകുന്നു. എന്റെ സോമാനത്തിൽ തന്റെ ശ്രേഷ്ഠ അഭിമാനത്തിൽ സ്ഥിതമായി സദാ ദേഹഭാനം ദേഹ അഭിമാനത്തിൽ നിന്നും മുക്തമാകുന്നു. ഇപ്പോൾ എനിക്ക് എന്റെ മസ്തകത്തിൽ തിളങ്ങുന്ന ലൈറ്റ് അനുഭവപ്പെടുന്നു. സദാ സ്മൃതി സ്വരൂപമാകുന്നു. 4 സബ്ജക്റ്റിൽ എന്റെ സോമാനത്തിന്റെ അനുഭവം ചെയ്യുന്നു. ഞാൻ ജ്ഞാനസ്വരൂപ ആത്മാവാകുന്നു. നോളജ്ഫുൾ ആത്മാവായി ഓരോ കർമ്മവും നോളജിന്റെ ലൈറ്റും വൈറ്റിലും സമ്പന്നമാണ്. ഞാൻ യോഗയുക്ത യുക്തിയുക്ത സ്വരൂപ ആത്മാ കർമ്മേന്ദ്രിയ ജീതാകുന്നു. എന്റെ ഓരോ കർമ്മവും ദിവ്യ ഗുണങ്ങളുടെ ധാരണാ സ്വരൂപമാകുന്നു. ഞാൻ നിരന്തരം സേവാധാരിയാണ്. ഭഗവാൻ കേൾപ്പിക്കുന്ന ഓരോ കാര്യത്തിലും ഞാൻ അനുഭവിയാകുന്നു. സദാ ആത്മീയ ലഹരിയിലിരിക്കുന്നു. പഴയ ലോകത്തെ
സഹജമായി മറന്നിരിക്കുന്നു. ഇപ്പോൾ ഒരു ബാബ മറ്റാരുമില്ല. ഈ സ്മൃതിയിലൂടെ സമർത്ഥി സ്വരൂപമാകുന്നു. ഞാൻ അനുഭവി മൂർത്താത്മാ സദാ ഉണർവും ഉത്സാഹത്തോടെയും മുന്നോട്ടു പോകുന്നു. ഇപ്പോൾ യാതൊരു ഭാരവുമില്ല. തീർത്തും ലൈറ്റായിരിക്കുന്നു. സെക്കൻഡിൽ ആകാരി വദനവാസി, ആകാരി ഫരിസ്ത. സെക്കൻഡിൽ മൂലവദനവാസി, നിരാകാരി സ്വരൂപം. സെക്കൻഡിൽ വൈകുണ്ഠവാസി, ദേവതാ സ്വരൂപം. ഞാൻ ബാപ്ദാദയിൽ നിന്നും പ്രാപ്തമായിട്ടുള്ള ഖജനാവുകൾ സ്വയത്തിൽ നിറച്ച് കാര്യത്തിൽ ഉപയോഗിക്കുന്നു. അനുഭവത്തിന്റെ അതോറിറ്റിയാകുന്നു. ഏറ്റവും വലിയ ഖജനാവാണ് ജ്ഞാനധനം. അതിലൂടെ മുക്തിയും ജീവൻ മുക്തിയും പ്രാപ്തമായി. യോഗത്തിന്റെ ഖജനാവിലൂടെ ആശീർവാദങ്ങളും സന്തോഷവും പ്രാപ്തമാക്കി തരുന്നു. സംഗമത്തിന്റെ സമയം അമൂല്യമാണ്. സംഗമയുഗത്തിൽ മാത്രം ബാപ്ദാദയും കുട്ടികളും മധുരമിലനം നടക്കുന്നു. ഈ സമയത്ത് സർവ ഖജനാവുകളും ബാപ്ദാദയിൽ നിന്നും ലഭിക്കുന്നു. സ്വയം സന്തുഷ്ടമായിരിക്കുകയും മറ്റുള്ളവരെ സന്തുഷ്ടമാക്കുകയും ചെയ്യുന്നു. സേവനത്തിലൂടെ സർവ ആത്മാക്കൾക്കും സന്തോഷം പ്രാപ്തമാകുന്നു. സംബന്ധ സമ്പർക്കത്തിൽ വരുമ്പോൾ നിമിത്ത ഭാവവും നിർമ്മാണ ഭാവവും നിസ്വാർത്ഥ ഭാവവും ഓരോ ആത്മാവിനെ പ്രതി ശുഭഭാവനയും ശുഭകാമനയും ഉണ്ടാകുന്നു. പുണ്യത്തിന്റെ നിക്ഷേപവും ആശീർവാദങ്ങളുടെ നിക്ഷേപവും സഹജമായി ശേഖരിക്കുന്നു. ശേഖരണത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ ഉപയോഗിച്ച് വർദ്ധിപ്പിക്കുന്നു. അനുഭവത്തിന്റെ അതോറിറ്റി വർദ്ധിക്കുന്നു. മുരളിയിലൂടെ ഖജനാവ് ലഭിക്കുന്നു. ചിലർ കേട്ടിട്ട് സന്തോഷിക്കുന്നു. ഉൾക്കൊള്ളുന്നവർ അനുഭവികളായി മാറുന്നു. സർവ ഖജനാവുകളും ബാബ സമ്പത്തായി എല്ലാവർക്കും നൽകി. ഖജനാവ് സമ്പന്നമാണെങ്കിൽ ദൃഢതയുള്ളവരും അചഞ്ചലരുമാകുന്നു. ശേഖരിച്ചതിന്റെ ഫലം ഭാവിയിൽ പ്രാപ്തമാകുന്നു. അവരുടെ പെരുമാറ്റവും മുഖവും വിടർന്നിരിക്കുന്ന റോസാ പുഷ്പം പോലെയായിരിക്കും. കണ്ണുകളിൽ ആത്മീയതയും മുഖത്തു പുഞ്ചിരിയും കർമ്മത്തിൽ ഗുണങ്ങളും അനുഭവപ്പെടുന്നു. ഞാൻ ആധ്യാത്മിക ശക്തിയുടെ ദാതാവായി ആത്മീയ ശക്തി നൽകുന്നു. ആത്മാവിന്റെ പൂജയും വിധിപൂർവം നടക്കുന്നു. എന്റെ ഈ ഒരു ജന്മത്തിലെ ഖജനാവിന്റെ ഗ്യാരണ്ടി 21 ജന്മങ്ങളിൽ നിലനിൽക്കും. ബാബ അവിനാശിയാണ്. ബാബയിൽ നിന്ന് ലഭിക്കുന്ന ഖജനാവും അവിനാശിയാണ്. അതിനാൽ ഞാൻ ലോകത്തിലെ ഏറ്റവും ധനികനാകുന്നു, ഏറ്റവും പവിത്രവുമാകുന്നു. ഞാൻ ദാതാവായി മനസ്സുകൊണ്ട് ശക്തികൾ നൽകുന്നു. വാക്കിലൂടെ ജ്ഞാനം നൽകുന്നു. കർമ്മത്തിലൂടെ
ഗുണദാനം ചെയ്യുന്നു. ബ്രഹ്മ ബാബ സമ്മാനമായി 3 വാക്കുകൾ നൽകി. നിരാകാരി, നിർവികാരി, നിരഹങ്കാരി. ഇത് 3 സേവനത്തിൽ ഉപയോഗിക്കുന്നു. ബാപ്പ് ദാദ കുട്ടികളെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്ന പ്രത്യാശയുടെ നക്ഷത്രങ്ങളായി കാണുന്നു. ഏറ്റവും സഹജമായ പുരുഷാർത്ഥം സ്നേഹമാണ്. ബാബയുടെ സ്നേഹിയാകുക എന്നാൽ സഹജ പുരുഷാർത്ഥം ചെയ്യുക. സ്വയത്തിന് സദാ സ്നേഹ സാഗരത്തിൽ ലയിച്ചിരിക്കുന്നതായി കരുതുന്നു. അധികാരികളായ ആത്മാക്കൾക്ക് ബാപ്പ് ദാദ ആശീർവാദങ്ങൾ നൽകുന്നു. ബാബ എല്ലാ കുട്ടികളെയും സ്നേഹത്തിന്റെ മടിത്തട്ടിലിരുത്തി കൊണ്ടുപോകുന്നു. ഞാൻ ബ്രാഹ്മണനിൽ നിന്നും ഫരിസ്തയിൽ നിന്നും ദേവതയാകുന്നു. ഈ അഭ്യാസം ചെയ്യുന്നു. ഇപ്പോൾ ബ്രാഹ്മണനാണ്, ഇപ്പോൾ ഫരിസ്തയാകുന്നു, ഇപ്പോൾ ദേവതയാകുന്നു. ഞാൻ വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. മാസ്റ്റർ ത്രികാലദർശിയായി ഓരോ കർമ്മവും യുക്തിയുക്തമായി ചെയ്യുന്ന കർമ്മബന്ധനമുക്തരാകുന്നു. ഓരോ കർമ്മം ചെയ്യുമ്പോഴും കർമ്മബന്ധനമുക്തരും കർമാതീത സ്ഥിതിയുടെയും അനുഭവം ചെയ്യുന്നു. ബാപ്പ് ദാദ സൂചന നൽകുന്നു. സർവശക്തികളാകുന്ന ആയുധം സദാ കൂടെ വയ്ക്കൂ. ആഹ്വാനം ചെയ്താൽ മാത്രം മതി. അധികാരിയായി ആജ്ഞ നൽകുന്നു. അപ്പോൾ സദാ സഫലതയുണ്ടാകുന്നു. ഓം ശാന്തി.